തന്ത്രിയുടെ വീട്ടിൽ, ചെങ്ങന്നൂരിലെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് SITയുടെ. അതിൻ്റെ വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരും. ഷാജി, എപ്പോഴാണ് റെയ്ഡ് തുടങ്ങുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ വിവരങ്ങൾ? ജിംഷാദ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപാണ് SIT സംഘം തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിലെത്തിയത്, ചെങ്ങന്നൂരിലെ വീട്ടിലെത്തിയത്. വീട് പൂർണ്ണമായിട്ടും ഇപ്പോൾ SITയുടെ നിയന്ത്രണത്തിലാണ്. പുറത്ത് വലിയൊരു പോലീസ് സംഘം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും അതോടൊപ്പം തന്നെ തന്ത്രിയുടെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കേസിൽ തന്ത്രിയും അതോടൊപ്പം തന്നെ പോറ്റിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ച് SIT സംഘം മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഇപ്പോൾ പരിശോധനകൾ നടന്നു വരുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നേരം ആയി വീട്ടിലിപ്പോൾ SITയുടെ പരിശോധന ആരംഭിച്ചിട്ട്. തീർച്ചയായും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ തന്ത്രിയെ കുറ്റങ്ങൾ ബോധ്യമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണവും അല്ലെങ്കിൽ ആ അന്വേഷണം സമഗ്രമായി ആ കുറ്റങ്ങൾ തെളിയുന്നതിലേക്കൊക്കെയുള്ള ശേഖരണങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ SIT നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു ഭാഗമായാണ് അറസ്റ്റ് ഉണ്ടാകുന്നത്. തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ തന്ത്രിയുടെ വീട്ടിലെത്തുന്നു, സന്ദർശിക്കുന്നു, തന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട്, BJPയെ പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി, അല്ലേ? തീർച്ചയായിട്ടും ജിംഷാദ്, അത് തന്നെയാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് SIT അന്വേഷണവും ഒക്കെ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുവെന്ന് പറയുമ്പോഴും ഇപ്പോൾ തന്ത്രിയുടെ അറസ്റ്റ് എന്തിനായിരുന്നു, ഇത്ര തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ കേസിൽ ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച നേതാവും, അതായത് ചെങ്ങന്നൂരിൽ നിന്ന് ഇക്കഴിഞ്ഞ തവണ മത്സരിക്കുകയും അതോടൊപ്പം തന്നെ KPCC അംഗവുമായിട്ടുള്ള D വിജയകുമാർ എത്തിയത്. അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്. ഇത്തരം ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. എന്തിനു വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നുള്ളതാണ്. പക്ഷേ ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തുകയും ഇതിനു മുൻപ് പലതവണ രാജീവരെ ചോദ്യം ചെയ്യുകയും ഈ രണ്ടുപേരെയും പരസ്പരം ചോദ്യം ചെയ്തതിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള പരിശോധനകൾ നടന്നു വരികയും ചെയ്യുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു, തിടുക്കപ്പെട്ട ഒരു അറസ്റ്റ് എന്തിന്, ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇതിന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്.